കൊല്ലം കണ്ണനെല്ലൂരിൽ പോലീസ് ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണ വയോധികൻ വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു. ചെക്ക് കേസിൽ ശനിയാഴ്ച അറസ്റ്റ് ചെയ്ത നിരണം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KP പുന്നൂസിനെ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിരുന്നില്ല. കസ്റ്റഡിയിൽ നിന്ന് വിടാൻ 10 ലക്ഷം രൂപ പരാതിക്കാരന് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടെന്ന് പുന്നൂസിന്റെ സുഹൃത്തായ അഭിഭാഷകൻ സതീഷ് 24നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. ചെക്ക് നൽകി കബളിപ്പിച്ചു എന്നുള്ള ഒരു കേസിൽ ഇദ്ദേഹം പ്രതിയായിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് 78 വയസ്സുള്ളതാണ്. 3 ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ ആളാണ്. ഇപ്പോൾ ഒരു ബൈപ്പാസ് സർജറിയും കഴിഞ്ഞിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊല്ലം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം ഫയൽ ചെയ്തു. ഈ ജാമ്യം പെൻഡിങ്ങിലായിരിക്കെയാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച 12 മണിക്ക് ഈ 78 വയസ്സുള്ള വന്ധ്യവയോധികനായ ഈ മനുഷ്യനെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ശനിയാഴ്ച 3 മണിക്കാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കിടക്കുന്നുവെന്ന്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പ്രതിക്ക് ഒരു ദിവസം ഭീമമായ ഒരു തുകയാണ് ചാർജായി വരുന്നത്. ഈ ചാർജ് ആര് കൊടുക്കും? സെൻട്രൽ ജംഗ്ഷനിലുള്ള ആനന്ദ് ഹോട്ടലിൽ വെച്ചാണ് കൊല്ലത്ത് നിന്ന് വന്നാണെന്ന് പറയുന്നത്. അവരൊന്നും ഐഡന്റിറ്റി ഒന്നും ആരെയും കാണിച്ചിട്ടില്ല. കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. പോകുന്ന വഴിയിൽ ഓണ്ടതേ കൂടെയുള്ള ഒരു പോലീസുകാരൻ ജ്യോതിഷ് ദാത്താണ് തോന്നുന്നു പേര് പറഞ്ഞത്. അത് പുള്ളി വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതിന്റെ പണം കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഒരു 10 ലക്ഷം രൂപ കടിയാക്കാൻ പറ്റുവാണെങ്കിൽ പുള്ളിയെ വിടാമെന്ന് പറഞ്ഞു. ഏതായാലും ശേഷവും വിളിച്ചിരുന്നു. ആരെങ്കിലും ബന്ധുക്കൾ വരുമോ, എന്താ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇവിടെ വരെ വരാൻ പറയുമോ എന്നൊക്കെ ചോദിച്ചു. അദ്ദേഹത്തിന്റെ നില വഷളായിട്ട് ഇരിക്കുകയാണെന്നും ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും ICUയിലാണെന്നും എന്നൊക്കെയാണ് പറഞ്ഞറിഞ്ഞത്. ഞാൻ അതിനകത്തൊന്നും റെസ്പോണ്ട് ചെയ്യാനില്ല. നമുക്ക് അങ്ങനെ റെസ്പോണ്ട് പറഞ്ഞുവിടാൻ അറിയാം. മീഡിയയിൽ നമുക്ക് ഫേസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുവിടാൻ അറിയാമല്ലോ. അല്ല സുഹൃത്തെ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയ എടുത്ത് വാർത്ത കൊടുക്കാറുണ്ടെന്ന് അറിയാമല്ലോ. ഇടയാരോടെ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി, നമുക്ക് റെസ്ട്രിക്ഷൻ ഉണ്ടല്ലോ അറിയാമല്ലോ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞു പറ്റൂലെന്ന് അറിയാം. ക്യാമറയ്ക്ക് മുമ്പിലായാലും അല്ലാതായാലും എന്നോട് വിരോധം തോന്നരുത്. സോറി. അരുൺ രാജ് വിവരങ്ങൾ നൽകും. അരുൺ, അത് അവിശ്വസനീയമാണ്. ഇങ്ങനെയൊക്കെ നടക്കും. ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുന്നയാൾ കുഴഞ്ഞു വീഴുന്നു, ഗുരുതരാവസ്ഥയിലാകുന്നു, വെന്റിലേറ്ററിലാകുന്നു. ഇത് 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 എങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, ഈ CI എന്താണ് അരുണിനോട് പറഞ്ഞത്? ഒരു വിശദീകരണം നൽകുന്നില്ല അദ്ദേഹം. പോലീസിലെ ഇത്തരം കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ക്യാമറയ്ക്ക് മുന്നിലല്ലാതെ എന്താണ് സംഭവിച്ചത് എന്നെങ്കിലും പറയാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടുണ്ടോ? വിജയകുമാർ, ഈ ശനിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ ചെക്ക് കേസുമായി ബന്ധപ്പെട്ട പരാതിയാണ് കണ്ണനെല്ലൂർ പോലീസിൽ ലഭിക്കുന്നത്. ഈ പരാതി അന്വേഷിക്കാനാണ് കണ്ണനെല്ലൂർ പോലീസ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ കോട്ടയത്ത് എത്തുന്നു. കോട്ടയത്ത് ശനിയാഴ്ച ഈ വക്കീലുമായും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി സംസാരിച്ചുകൊണ്ട് കോട്ടയം സെൻട്രൽ ആനന്ദ് ഭവൻ ഹോട്ടലിൽ നിന്ന് സംസാരിക്കുകയായിരുന്ന KP പൊന്നൂസിനെ അവിടെ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. 72 വയസ്സിന് മുകളിലുണ്ട് ഇയാൾക്ക് പ്രായം. നിലവിൽ നിരണം പഞ്ചായത്തിന്റെ മെമ്പർ കൂടിയാണ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ അവിടെ നിന്ന് ഈ കോട്ടയത്ത് കൊല്ലത്തെ കണ്ണനെല്ലൂർ പോലീസ് സംഘം അവിടെ നിന്ന് കണ്ണനെല്ലൂരിലേക്ക് തിരിക്കുകയായിരുന്നു. ഈ തിരിക്കുന്നതിനിടയിലാണ് ഈ പൊന്നൂസിന്റെ സുഹൃത്തുക്കളെ വിളിച്ച് 10 ലക്ഷം രൂപ ഉടൻ തന്നെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഈ പരാതിയുടെ കാര്യത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്താം എന്ന കാര്യം പോലീസ് തന്നെ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകനെയും ബന്ധുക്കളെയും അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ട് വിളിച്ചു. ഇതിന് പിന്നാലെ ഈ പരാതിക്കാരൻ പോലീസ് എന്ന വ്യാജേന, SI എന്ന വ്യാജേന ഈ ബന്ധുക്കളെ വിളിച്ചു എന്ന പരാതി കൂടി ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഈ പരാതിക്കാരുടെ ബന്ധുക്കളെ വിളിച്ച് 10 ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ശനിയാഴ്ച മുഴുവൻ ആ സ്റ്റേഷനിൽ തന്നെ തുടരുന്നു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണി ആയപ്പോഴാണ് ഇയാൾക്ക് കടുത്ത ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാവുകയും സ്റ്റേഷനിൽ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നത്. അവിടെ നിന്ന് ഉടൻ തന്നെ പോലീസ് ഈ KP പൊന്നൂസിനെ കൊട്ടിയം ഹോളിക്രോസ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. ഹോളിക്രോസ് ആശുപത്രിയിൽ എത്തുമ്പോൾ അതിന്റെ PRO അടക്കം നമ്മളോട് ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. ഹോളിക്രോസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ ഇയാൾക്ക് കടുത്ത രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോഴും ആരോഗ്യനില സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഓക്സിജന്റെ അളവടക്കം ശരീരത്തിൽ കുറഞ്ഞു വരികയാണ്. KP പൊന്നൂസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്ന വിവരം. എന്തിനാണ് 24 മണിക്കൂർ പ്രതിയെ ഇനി ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു നിമിഷം തുടരുക. ഇപ്പോൾ നേരത്തെ നമ്മളോട് സംസാരിച്ചതാണ് അഡ്വക്കേറ്റ് ശ്രീകുമാർ. അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീകുമാർ, താങ്കളോടൊപ്പം നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് അല്ലെങ്കിൽ പോലീസ് വിളിച്ചുകൊണ്ട് പോകുന്നത്. എന്താണ് അപ്പോൾ പോലീസ് പറഞ്ഞത്? ഇത് പോലീസും പരാതിക്കാരനും തമ്മിൽ ഒത്തുകളിച്ചു എന്ന നിലയിലാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ വരുന്നത്. എന്താണ് സംഭവിച്ചത്? താങ്കൾക്ക് എന്താണ് അറിയാവുന്നതിനെ പറ്റി?
തീർച്ചയായിട്ടും പോലീസും പരാതിക്കാരനും കൂടി ഒത്തുചേർന്നുള്ള ഒരു ഏർപ്പാടാണ്. പ്രതിയെ എടുക്കുമ്പോൾ പാലിക്കേണ്ട മിനിമം കാര്യങ്ങൾ പോലും, അതായത് ഒരു മഹസർ തയ്യാറാക്കി പ്രതിയെ കൂട്ടിക്കൊണ്ട് പോവുക, ഒരു സാക്ഷികളുടെ ഒപ്പിടിയിക്കുക, സാധനങ്ങൾ എടുക്കുമ്പോൾ അതിനുള്ള ഒരു മഹസറും മറ്റും തയ്യാറാക്കി സാക്ഷി ഒപ്പുകൾ വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഐഡന്റിറ്റി പോലും കാണിക്കാതെയാണ് KP പോലീസ് അല്ലേ വന്നോളൂന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത്. 12:30ക്കും 12:45 ഇടയ്ക്കുള്ള മധ്യാഹ്നത്തിൽ ഉള്ള സമയത്താണ് കൂട്ടിക്കൊണ്ട് പോയത്. പക്ഷെ 24 മണിക്കൂറിനുള്ളിൽ അവർ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ അവസ്ഥ എന്നാണ് താങ്കൾക്ക് അറിയാവുന്നത്? ഫോണിൽ കോണ്ടാക്ട് ചെയ്ത് അറിഞ്ഞത് അദ്ദേഹം ICUവിലാണെന്നും വെന്റിലേറ്ററിലാണെന്നുമാണ്. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് അദ്ദേഹം കഴിയുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതില് ഒരു നിയമ നടപടി ഇതിനു മുൻപ് അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അല്ല, ഇത് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ അദ്ദേഹത്തെ ഹാജരാക്കാത്തത് കൊണ്ട് തന്നെ ഇതൊരു ഇല്ലീഗൽ കസ്റ്റഡി ആണല്ലോ. അപ്പോൾ ഈ ഇല്ലീഗൽ കസ്റ്റഡിക്കെതിരെ കോടതിയെ സമീപിക്കേണ്ടേ? താങ്കളൊക്കെ അതിന് തയ്യാറെടുക്കുകയാണോ ഇപ്പോൾ? തയ്യാറെടുക്കുന്നുണ്ട്. ഞാൻ വേറൊരു അഡ്വക്കേറ്റ് കൊല്ലത്ത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. അഡ്വക്കേറ്റ് ബിനു ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് കേസ് നടത്തുന്നുണ്ട് കൊല്ലത്ത്. ഇപ്പോ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വളരെ അങ്ങേയറ്റം മോശമാണെന്ന് മാത്രമാണ് അറിയാവുന്നത് അല്ലേ? അദ്ദേഹം ഇവർക്ക് പണം സെറ്റിൽ ചെയ്ത് കൊടുക്കാമെന്നും മറ്റും പറഞ്ഞൊരു ചെക്ക് കൊടുത്തിരുന്നതാണ്. ചെക്ക് ബൗൺസ് ആയതിന് കാരണം പറഞ്ഞിരുന്ന പാർട്ടി അദ്ദേഹത്തിന് പണം കൊടുക്കാതിരുന്നതുകൊണ്ടാണ്. ഇതൊരു മണി മാറ്റർ മാത്രമാണ്. അത് പോലീസ് അതിനെ മനഃപൂർവ്വം പ്രോസറ്റി കേസാക്കി, ഒരു ചീറ്റിംഗ് കേസാക്കി കൊണ്ടുവരാനാണ് ശ്രമിച്ചത്. അത് പരാതിക്കാരനുമായി ഒത്തുകൊണ്ടുള്ള ഒരു ഏർപ്പാടാണ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ പരാതിക്കാരൻ? പരാതിക്കാരൻ ഒരു സാജൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം കണ്ണനല്ലൂർ പോലീസ് അതിർത്തിയിലാണ് താമസിക്കുന്നത്. ശരി. ഇനിയിപ്പോൾ ഈ പറയുന്ന ഈ കൊല്ലത്തുള്ള അഭിഭാഷകൻ തുടർ നിയമ നടപടികൾ സ്വീകരിക്കും. അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിലിൽ മൂവ് ചെയ്തിട്ടുള്ളതുമായിരുന്നു. അതിന്റെ CD-യും മറ്റും ആവശ്യപ്പെട്ടിട്ട് പോലീസ് മനഃപൂർവ്വം അത് കൊടുക്കാതെ വൈകിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം റെഫ്യൂസ് ചെയ്ത് അതിന്റെ CD കൊടുക്കാതിരുന്നു. അത് ആന്റിസിപ്പേറ്ററി ബെയിൽ മൂവ് ചെയ്തിരിക്കുകയാണ് ഇവർ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകളൊന്നും പാലിക്കാതെയാണ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ഉള്ളതാണല്ലേ? അതൊക്കെ പോലീസിനോട് പറഞ്ഞു കാണുമല്ലോ സ്വാഭാവികമായും അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് അറിവുള്ളതാണ്. ശരി, നന്ദി അഡ്വക്കേറ്റ് ശ്രീകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ശ്രീകുമാറിനൊപ്പം ഉള്ള സമയത്താണ് ഇദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അരുൺ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.